ഈ ക്വസ്റ്റ്യനിൽ 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 6000 രൂപ. എല്ലാ വർഷവും സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ വർഷം 2000 രൂപ, രണ്ടാമത്തെ വർഷം 2000 രൂപ തന്നെയായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 4100 രൂപയാണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും. അതുകൊണ്ട് 2000 രൂപയാണ് ആദ്യത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2100 രൂപയാണ്. ഈ 100 രൂപ എന്ന് പറയുന്നത് ആദ്യത്തെ വർഷത്തിൻ്റെ പലിശയുടെ പലിശയാണ്. എങ്കിൽ 2000-ന് എത്ര ശതമാനമാണ് 100? 5%. എങ്കിൽ 2000 എന്ന രൂപയോട് ഈക്വലൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എത്രയാണ്? 5%. 100 എന്ന ശതമാനത്തോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും പ്രിൻസിപ്പൾ 40000 രൂപ. ഈ ക്വസ്റ്റ്യനിൽ ഒരേ തുക 2 രീതിയിൽ പലിശയ്ക്ക് കൊടുത്തു. 10% വെച്ച് 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്തു. പിന്നെ 5% വെച്ച് 4 ടേംസിലേക്ക്. 2 വർഷം എന്ന് പറയുമ്പോൾ ഹാഫ് ഇയർലി ആയിട്ട് 2 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 5% വെച്ച് 4 ടേമിലേക്ക്. എങ്കിൽ 5% വെച്ച് 4 ടേമിലേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാൻ പാസ്കൽസ് ട്രയാങ്കിൾ ഇട്ട് നോക്കുക. നമുക്ക് മുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിട്ട് നോക്കിക്കഴിഞ്ഞാൽ 21.550625% ആയിരിക്കും 5%-ന് 4 ടേമിലേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 10% വെച്ച് 2 ടേമിലേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21% ആയിരിക്കും. ഇതിന് ഡിഫറൻസ് എന്താ? 0.550625%. എങ്കിൽ 440.5 എന്ന തുക 0.550625%-നോട് ഈക്വലൻ്റ് ആയിരിക്കും. 100%-നോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ 80,000 ആണ് ആൻസർ. ഇവിടെ 3 ആളുകൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് 70,000 രൂപയാണ്. 1 വർഷത്തിന് ശേഷം അവർക്ക് പ്രോഫിറ്റായിട്ട് 42,000 രൂപ കിട്ടി. അതിൽ റഗനാർ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ പ്രോഫിറ്റ് ഷെയർ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തു. 2 വർഷത്തിന് ശേഷം അയാൾ കിട്ടിയത് 2520 രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമുക്കറിയാം 2 വർഷത്തിന് 10%-നുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 21% ആയിരിക്കും. എങ്കിൽ അയാളുടെ പ്രിൻസിപ്പിൾ 12,000 രൂപ. ഇതേപോലെ തന്നെ റോളോയ്ക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് 4200 രൂപയാണ്. അയാളുടെ പ്രിൻസിപ്പിൾ എന്തായിരിക്കും? 21,000 രൂപയായിരിക്കും. മൊത്തം പ്രോഫിറ്റിൽ നിന്ന് ഈ 2 പേരുടെ പ്രോഫിറ്റ് ഷെയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9,000 കിട്ടും. 9,000 ആണ് വിക്കിൻ്റെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെയാണ് ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. നമുക്ക് 4:7:3 എന്ന് കിട്ടും. വിക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 3 എന്ന റേഷ്യോണ്ടിനോട് ഈക്വലാണ്. എങ്കിൽ 70,000-ൻ്റെ 14/3 ഭാഗം 15,000 രൂപയാണ് ബിസിനസ്സിലെ വിക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ സ്കീം എയിൽ നിന്ന് 21% പലിശ കിട്ടും. 10% വെച്ച് 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 21%. സ്കീം ബിയിൽ നിന്ന് 40% ഇൻട്രസ്റ്റ് കിട്ടും. അതിൽ നമുക്ക് മനസ്സിലാക്കാം A:B 40:21 ആണെന്ന്. എ എന്ന സ്കീമിൽ 40 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ബി എന്ന സ്കീമിൽ 21 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. എങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഈക്വൽ ടു 12,200 × 40/61. ആൻസർ 8,000. ആദ്യത്തെ വർഷം കഴിയുമ്പോൾ ഇയാൾക്ക് തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് 8,000-ൻ്റെ 120% ആയിരിക്കും. അതിൽ നിന്ന് അയാൾ തിരിച്ചടച്ചത് 3,000 രൂപയാണ്. എങ്കിൽ ബാലൻസ് 6,600 രൂപ. രണ്ടാമത്തെ വർഷം അയാൾക്ക് തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് 6,600-ൻ്റെ 120% ആയിരിക്കും. അതിലയാൾ 3,000 എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചടച്ചിട്ടുണ്ട്. എങ്കിൽ ബാലൻസ് 4,920 രൂപയാണ്. മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം അയാൾ തിരിച്ചടയ്ക്കേണ്ട തുക 4,920-ൻ്റെ 120% എങ്കിൽ മൊത്തം അയാൾ തിരിച്ചടയ്ക്കേണ്ട തുക 5,904 രൂപ. ഇവിടെ ഒരു വ്യക്തി 4%-ന് കടം വാങ്ങിയ തുക 6%-ന് മറിച്ച് കടം കൊടുക്കുന്നു. 6%-ന് കൊടുത്തപ്പോൾ ഹാഫ് ഇയർലി ആയിട്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. എങ്കിൽ 4%-ൻ്റെ ഒരു ടേം പ്രിൻസിപ്പിളിൻ്റെ 4% തന്നെ. 3% വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ 2 ടേം എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിളിൻ്റെ 6.09%. ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ഡെസിമൽ ഇടുക.
ഡെസിമലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 × 2 6, 2 വർഷത്തേക്ക് 3%, 3 × 6. ഡെസിമലിൻ്റെ റൈറ്റ് സൈഡിൽ 3ൻ്റെ സ്ക്വയർ 2 പ്ലേസ് മാറ്റിയിടുമ്പോൾ 0.09%. അത് ഞാൻ പണ്ട് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ ഇയാളുടെ ലാഭം എന്ന് പറയുന്നത് 209 രൂപയാണ്. അതായത് ആ പേഴ്സൻറ്റേജുകളുടെ ഡിഫറൻസ് 209 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.09%-നോട് ഈക്വലാണ്. 100%-നോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് പ്രിൻസിപ്പൾ. അത് 10,000 രൂപ. ഇവിടെ 5% വെച്ച് 3 ടേമിലേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പാസ്കൽസിൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ 15.7625% ആണ്. 3 ടേമിലേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 15%. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താ? 0.7625% ആണ്. എങ്കിൽ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 488 രൂപയാണ്. അത് 0.7625%-നോട് ഈക്വലാണ്. 100%-നോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ 64,000. ഇവിടെ സൺസിന് വീതിച്ചു കൊടുത്ത തുക 84,100 രൂപയാണ്. അബിദിൻ്റെ 5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ട് 3 വർഷത്തിന് ശേഷം കിട്ടുന്ന എമൗണ്ടും ബിസ്തിൻ്റെ 5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ട് 5 വർഷത്തിന് ശേഷം കിട്ടുന്ന എമൗണ്ടും ഈക്വലാണെന്ന് പറയുന്നു. ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ അബിദിൻ്റെയും ബിസ്ത്തിൻ്റെയും അവർക്ക് കിട്ടിയ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ തുകയുടെ റേഷ്യോ 441:400 എന്ന് കിട്ടും. എങ്കിൽ ഷെയർ ഓഫ് ബിസ്റ്റ് ഈക്വൽ ടു 84,100 × 400 × 841. ആൻസർ 40,000 രൂപ. ഇവിടെ ഒരു പ്രിൻസിപ്പളിന് 3 വർഷത്തിന് ശേഷം കിട്ടുന്ന എമൗണ്ട് തന്നിട്ടുണ്ട് 2,249.52 രൂപ. പ്രിൻസിപ്പൾ കണ്ടുപിടിക്കാൻ ഈ ഫോർമുല എഴുതുക. ആൻസർ 2,000. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യത്തെ വർഷത്തിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ 10% എങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% തന്നെ. എങ്കിൽ പ്രിൻസിപ്പൾ എത്ര രൂപയായിരിക്കും? 3,600 രൂപയായിരിക്കും. 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണെങ്കിൽ 100% 3,600 രൂപ. ഈ പ്രിൻസിപ്പിൾ വേറൊരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലിശയായിട്ട് 1,296 രൂപ കിട്ടുമെന്ന് പറയുന്നു. അതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സ് സെയിം ആണ്. എങ്കിൽ അതിന് രണ്ടിനും കെ എന്ന് കൊടുക്കുക. 3,600 × k / 100 × k = 1,296. കെയുടെ വാല്യൂ 6% അല്ലെങ്കിൽ 6 ഇയേഴ്സ്. ഇവിടെ ഹരി എന്ന വ്യക്തി കോഴ്സ് കംപ്ലീഷൻ ആയിക്കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കേണ്ടത് 5,00,000-ൻ്റെ 114.49% 14.49% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഡെസിമൽ ഇടുക. 7%, 7 × 2 14. ഡെസിമലിൻ്റെ റൈറ്റ് സൈഡിൽ 7ൻ്റെ സ്ക്വയർ 0.49 എന്ന് വരും. എങ്കിൽ 5,72,450 രൂപയാണ് 2 വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കേണ്ടത്. അതിലയാൾ പകുതി തിരിച്ചടച്ചു. 2,86,225 രൂപ തിരിച്ചടച്ചു. എങ്കിൽ ബാലൻസുള്ള 2,86,225-ൻ്റെ അടുത്ത 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18.81 ആയിരിക്കും. 9% വെച്ച് 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡെസിമലിടുക. ലെഫ്റ്റ് സൈഡിൽ 9 × 2, റൈറ്റ് സൈഡിൽ 9ൻ്റെ സ്ക്വയർ 18.81. എമൗണ്ട് ആകുമ്പോൾ 118.81% വരും. തിരിച്ചടയ്ക്കേണ്ട തുക 3,40,63.923 രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്. അയാൾ ആദ്യം തിരിച്ചടച്ച 2,86,225 പിന്നീട് തിരിച്ചടയ്ക്കുന്ന 3,40,064 രൂപയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 6,26,289 രൂപ തിരിച്ചടയ്ക്കണം. ഇവിടെ മഹേഷ് എന്ന വ്യക്തി 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 1 വർഷത്തിന് ശേഷം അതിൻ്റെ 10% 2,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ഇൻട്രസ്റ്റിൻ്റെ 20% ടാക്സ് ആയിട്ട് കൊടുത്തു. എങ്കിൽ ബാലൻസ് 1,600 രൂപയാണ് മഹേഷിന് കിട്ടിയത്. രണ്ടാമത്തെ വർഷത്തേക്ക് ഉള്ള പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 21,600 രൂപയാണ്. അതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,160. അതിൻ്റെ 20% 432 രൂപ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള തുക
1728 രൂപയാണ്. എങ്കിൽ മൂന്നാമത്തെ വർഷത്തേക്ക് പോകുന്ന പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 23,328 രൂപയാണ്. അതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,332.8 രൂപയാണ്. അതിൻ്റെ 20% ടാക്സായിട്ട് അടച്ചു കഴിഞ്ഞാൽ 466.56 രൂപ ടാക്സായിട്ട് അടയ്ക്കുന്നു. എങ്കിൽ അയാൾക്ക് ബാലൻസ് എമൗണ്ട് കിട്ടുന്നത് 3 വർഷത്തിന് ശേഷം 25,194 രൂപയായിരിക്കും. ലീല 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 10,164 രൂപയാണ്. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഫോർമുല ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ എക്സ് വാല്യൂ 4,840 രൂപയായിരിക്കും. എക്സ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓരോ വർഷം 4,840 രൂപ വെച്ച് തിരിച്ചടച്ചു കഴിഞ്ഞാൽ കടം തീരും. 10% വെച്ച് 4 ടേമിലേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 46.41% പാസ്കൽ ട്രയാങ്കിൾ ഇട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടും. 2 ടേമിലേക്കുള്ള 20% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 44% എങ്കിൽ 723 എന്ന തുക 2.41% ഈക്വലൻ്റ് ആയിരിക്കും. നേരത്തെ കണ്ടുപിടിച്ച പേഴ്സൻറ്റേജുകളുടെ ഡിഫറൻസ് 100% ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും പ്രിൻസിപ്പൽ 30,000 രൂപ. സുരേഷ് 2 വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് 6,895.2 രൂപയാണ്. ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഓരോ വർഷം 3,380 രൂപ വെച്ച് തിരിച്ചടച്ചാൽ മതി. ഇവിടെ 5 വർഷം കൊണ്ട് 50% ഇൻക്രീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആയിരിക്കും. 12,000-ൻ്റെ 10% വെച്ച് 3 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 33.1% ആയിരിക്കും. ആൻസർ 3,972 രൂപ. ഈ ക്വസ്റ്റ്യനിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കായിരുന്നു. തന്നിട്ടില്ല. ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഡാറ്റ ഇൻഎഡിക്വേറ്റ്. ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ വർഷത്തേക്ക് 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, രണ്ടാമത്തെ വർഷത്തേക്ക് 7%. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുമ്പോൾ 7% മാത്രമല്ല, ആദ്യത്തെ വർഷത്തെ 8 രൂപയുടെ 7% കൂടി കാണണം. അതെത്രയാണ്? 0.56. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ മാത്രം ഇൻട്രസ്റ്റ് 7.56 ആണ്. മൂന്നാമത്തെ വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 6 ആണ്. പക്ഷേ മുന്നത്തെ വർഷങ്ങളിലെ, അതായത് 15.56-ൻ്റെ 6% കൂടിയും അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്തുകൂടി വരും? മൂന്നാമത്തെ വർഷത്തിൽ 0.9336 കൂടി വരും. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 22.4936% എന്ന് കിട്ടും. 6,000 പ്രിൻസിപ്പൾ. 6,000-ൻ്റെ 22.4936% 1,349.6 രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇവിടെ പേഴ്സൻറ്റേജ് ഡിഫറൻസ് 9% ആണ്. അത് 3 വർഷത്തേക്കാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് എത്രയായിരിക്കും ഡിഫറൻസ്? 3%. ആദ്യത്തെ വർഷം 500 രൂപയ്ക്ക് 3 വർഷത്തേക്കുള്ള എമൗണ്ട് 10% ആകുമ്പോൾ 133.3% പ്ലസ് രണ്ടാമത്തെ വർഷം 500 രൂപ കടം കൊടുക്കുമ്പോൾ ബാക്കിയുള്ള 2 വർഷത്തേക്കുള്ള പലിശ 21% ആയിരിക്കും. അപ്പോൾ എമൗണ്ട് 500-ൻ്റെ 121% പ്ലസ് മൂന്നാമത്തെ വർഷം കടം കൊടുക്കുമ്പോൾ ഒരു വർഷത്തേക്ക് മാത്രമേ കടം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 10%. അപ്പോൾ 500-ൻ്റെ 110% ആയിരിക്കും അവസാനം കടം കൊടുത്ത രൂപയുടെ തിരിച്ചു കിട്ടുന്ന എമൗണ്ട്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,820.5 രൂപ.